കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തീകരിച്ചതിനാൽ ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഈ ദൈവവചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കട്ടെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ ദൈവകൃപകൾ നിമിത്തവും നമുക്ക് ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ പാപികളും ദോഷികളുമായിരുന്ന നമ്മെ ഹല്ലേലൂയ അവങ്കിലുള്ള വിശ്വാസത്താൽ ആ രക്ഷയും വിടുതലും പ്രാപിച്ചെന്ന് ദൈവമക്കളായി തീരുവാൻ സ്വർഗത്തിലുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും ഹല്ലേലൂയ നമുക്ക് സഹഭാഗികളാകുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ മഹാഭാഗ്യത്തിനായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഓരോ ദൈവ പൈതലും ദൈവം അവരുടെ ജീവിതത്തിൽ ഒരുക്കിയ ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിയിക്കുന്നതാണ്. ദൈവകൃപ പ്രാപിച്ചൊരു മനുഷ്യൻ ഭാഗ്യവാനാണ്. 123-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി താൻ യാചിക്കുക. ദൈവമേ, എന്നോട് കൃപ ചെയ്യണമേ, എന്നോട് കൃപ ചെയ്യണമേ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിവിധ രീതിയിലുള്ള നിന്ദയും പരിഹാസവും ഒക്കെ സഹിച്ച് മനം മടുത്തിരിക്കുന്ന ദൈവദാസൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ദൈവമേ, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്ക് വന്ന പോലെ ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, നീ എന്നോട് കൃപ ചെയ്യണമേ, നീ എന്നോട് കൃപ ചെയ്യണമേ, നീ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവകൃപയ്ക്ക് വേണ്ടി വാഞ്ചിച്ച് മോഹിക്കുന്ന ഒരനുഭവം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. 41-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവേ, എന്നോട് കൃപ ചെയ്ത്, യഹോവേ, എന്നോട് കൃപ ചെയ്ത് എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. അതേ സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ താൻ വീണ്ടും പറയുകയാണ്, കർത്താവേ, എന്നോട് കൃപ ചെയ്ത് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. പ്രിയമുള്ളവരെ, എത്രമാത്രം പഴകിയ രോഗമായിരുന്നാലും ഡോക്ടർമാരെല്ലാം ചികിത്സിച്ചിട്ട് യാതൊരു സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നാലും മരണത്തെ കാത്തുകിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം ഇന്ന് ആയിരിക്കുന്നുവെങ്കിൽ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് കൃപ ചെയ്ത് എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ അർഹതയില്ലാത്ത ദാനമാണ്. അത് നമ്മളുടെ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ പാപത്തെയോ അകൃത്യത്തെയോ ഒന്നും കണക്കിടാതെ നമ്മളോട് കൃപ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ തകർന്ന ഹൃദയത്തോട് ഈ പ്രഭാതത്തിൽ കടന്നു ചെല്ലുന്നുവെങ്കിൽ, ദൈവമേ, എന്നോട് കൃപ ചെയ്ത് എന്നെ ഒന്ന് സൗഖ്യമാക്കണേ. എൻ്റെ കർത്താവിന് എന്നോട് കൃപ ചെയ്യുവാനും എന്നെ സൗഖ്യമാക്കുവാനും കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അവൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നാൽ നമ്മുടെ സ്ഥിതിക്കെല്ലാം ഭേദം വരും. അവൻ്റെ കൃപ നമ്മുടെ മേൽ അവൻ ചൊരിയും. ഹല്ലേലൂയ. എല്ലാ രോഗത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ സൗഖ്യമാക്കി ഹല്ലേലൂയ നമ്മുടെ രോഗക്കിടക്കെല്ലാം മാറ്റി വിരിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളതാണ് ദൈവകൃപ. അതുകൊണ്ട് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യമില്ല എന്നോർത്ത് ഹല്ലേലൂയ സമൂഹത്തോട് ചേർന്ന് ഡോക്ടറോട് ചേർന്ന് അല്ലെങ്കിൽ ജീവിതം എൻ്റെ തീരുവാൻ പോകുന്നതെന്ന് ആ മരണത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പ്രത്യാശയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ദൈവ പൈതലേ, ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചാൽ ഈ കെട്ടുകളെല്ലാം പൊട്ടിച്ച് കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനെന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ തിരുവചനത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവേ, എന്നോട് കൃപ ചെയ്ത്, യഹോവേ, എന്നോട് കൃപ ചെയ്ത് എന്നെ എഴുന്നേൽപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താഴ്ചയുടെ അനുഭവത്തിൽ നാം ആയിരുന്നാലും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും കടഭാരത്തിലും ഹല്ലേലൂയ ഒന്ന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധം നാം ആയിരിക്കുന്നുവെങ്കിൽ, അപമാനിക്കപ്പെട്ട മേഖലകളിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിന് നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങിയാൽ ഹല്ലേലൂയ ദൈവകൃപ നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ വീണ് കിടക്കുന്ന മേഖലകളിൽ നമ്മെ കരം പിടിച്ച് ഉയർത്തി നമ്മെ എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ മുമ്പോട്ട്
മുൻപോട്ട് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ഓടുവാൻ തക്കൊണ്ട് നമുക്ക് ബലം തരുന്നതാണ് ദൈവകൃപ. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസിയായ മറിയയുടെ മേൽ ദൈവകൃപ ഹല്ലേലൂയ ഇറങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് ഇടയാവുന്നു. ദൈവദൂതൻ കടന്നു എന്ന് കർത്താവിൻ്റെ അമ്മയോട് പറയുകയാണ്, അതായത് ദൈവത്തിൻ്റെ ദാസിയോട് പറയുകയാണ്, ഹല്ലേലൂയ, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. അവിടെ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവദൂതൻ അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിച്ചു. ഹല്ലേലൂയ. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന പേരിടണം. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ ദൈവത്തിൻ്റെ ദാസിയായ മറിയുടെ മേൽ വന്നപ്പോൾ ലോകം മുഴുവനും ആ ദൈവിക സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ തക്കൊണ്ട് ഇടയായി. ഹല്ലേലൂയ. ഒരു പുരുഷനെ അറിയാത്ത ആ കന്യകയുടെ മേൽ ദൈവകൃപ കടന്നു വന്നപ്പോൾ, അത്യുന്നതൻ്റെ ശക്തി അവിടെ മേൽ ഇറങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ആ വിശുദ്ധ പ്രജയായ ക്രിസ്തു ജനിക്കുവാൻ തക്കൊണ്ട് ഇടയായി. അങ്ങനെയെങ്കിൽ ദൈവകൃപ നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ ചില നന്മകളൊക്കെ ഗർഭം ധരിച്ച് ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അത് നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവകൃപ ലഭിച്ച ദൈവത്തിൻ്റെ ദാസിയോട് കർത്താവ് പറയുകയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവകൃപ ലഭിച്ച നമ്മൾക്ക് ഒരു കാര്യം അസാധ്യമല്ല. കാരണം കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. സകലത്തെയും സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഹല്ലേലൂയ ദൈവജനത്തിൻ്റെ മേൽ എപ്പോഴും ഉള്ളതിനായി ദൈവത്തിന് നമുക്ക് മഹത്വം കരയേറ്റാം. ദൈവവചനം പഠിക്കുമ്പോൾ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചെന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് ഇടയാവുന്നു. ദൈവകോപത്താൽ ഹല്ലേലൂയ വെള്ളപ്പൊക്കത്തിൻ്റെ ആധിക്യത്താൽ ലോകമെല്ലാം നശിച്ചപ്പോഴേ ദൈവകൃപ ലഭിച്ച നോഹയും തൻ്റെ കുടുംബവും രക്ഷപ്പെട്ടതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് ഇടയാവുന്നു. ദൈവകൃപ നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ അനർത്ഥങ്ങളിൽ നിന്ന് വിടിവിക്കുന്നതാണ്, രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുന്നതാണ്, നമ്മെ എഴുന്നേൽപ്പിച്ച് നിവർന്ന് നിൽക്കുമാറാക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവകൃപയാണ് പാപികളും ദോഷികളുമായ നമ്മെ നീതിമാന്മാരാക്കി നിത്യജീവന് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ, ദൈവകൃപയിൽ അത്യന്തം വർദ്ധിച്ചു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ഈ തിരുവചനത്തിൻ്റെ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.